ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അരിപ്പായസമാണ്. അതിന് വേണ്ടിയിട്ട് കുക്കർ എടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ്സിലുള്ള അരിയാണ് നമ്മൾ എടുത്തത്, പച്ചരിയാണ് എടുത്തത്. ഇനി വെള്ളത്തിൽ കഴുകിയിട്ട് നമ്മളിത് വാരി വെച്ചിട്ടുണ്ട്. ഇനി കുക്കറിലേക്ക് ഇട്ടെടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഗ്ലാസ്സിൽ ഞാൻ 4 ഗ്ലാസ് വെള്ളമാണ് എടുത്തത്. അത് വെച്ചതിന് ശേഷം നമ്മൾ കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി വെല്ലം അല്ലെങ്കിൽ ശർക്കര എന്നൊക്കെ പറയാം. അപ്പം വെള്ളം നമ്മൾ ഉരുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ലേശം വെള്ളം ഒഴിച്ചതിന് ശേഷം ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ചീകി എടുത്തിട്ടാണ് വെച്ചത്. ഇനി 5-6 ഏലക്ക നമ്മൾ കുത്തിയിട്ട് ചതച്ചിട്ടോ അല്ലെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ കുത്തിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇത്രയും ഭാഗമാണ് നമ്മൾ ചിരണ്ടി എടുത്തത് ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ പച്ചരി ഇവിടെ വെന്തിട്ടുണ്ട്, വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇതാ ഉണ്ടാക്കി വെച്ച വെല്ലത്തിൻ്റെ മിക്സില്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി മധുരം കുറവായതുകൊണ്ട് തന്നെ ഒന്നുകൂടി ഉണ്ടാക്കിയിട്ട് ആദ്യം തന്നെ ഒഴിക്കേണ്ടി വന്നായിരുന്നു. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഒരു 5 ശർക്കരയെങ്കിലും എടുത്താൽ മതിയാവും. ഇനി തേങ്ങ ചിരണ്ടിയതും കൂടി ഇട്ടെടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി 2 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അടുപ്പിൽ നിന്ന് നല്ല ചൂടാവുന്ന അതുകൊണ്ട് തന്നെ നെയ്യ് ഉരുകിയിട്ട് നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല തിളയൊക്കെ വരുന്നുണ്ട്. ഇപ്പുറത്തേക്ക് ഞാനൊരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ടെടുത്തിട്ട് നന്നായിട്ട് തന്നെ നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി പായസത്തിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പം തന്നെ നല്ല കിഡിലും മണം അടിച്ചിട്ട് വരുന്നുണ്ട്. അപ്പം നല്ല കിഡിലും ഒരു പായസം തന്നെയാണ്, അരിപ്പായസമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെയുള്ള വീഡിയോസ് കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.